മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരസ്യങ്ങൾ ഇടയിൽ കയറി വന്ന് ശല്യമാകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. മൊബൈലിലെ സെറ്റിംഗ്സിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം അല്ല, ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ ആഡ്സ് പേഴ്സണലൈസേഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓഫ് ചെയ്യാൻ സാധിക്കും. എനിക്ക് ടേൺ ഓൺ എന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ടേൺ ഓഫ് എന്നാണ് കാണിക്കുക. ഓക്കെ, അങ്ങനെ ഇത് ആദ്യമായിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സേവ് സെർച്ച് എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഏതെങ്കിലും മോശപ്പെട്ട കണ്ടന്റുകൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ബ്ലറായിട്ട് മാറും. ഓക്കെ, അങ്ങനെ നിങ്ങൾ അവിടെ മാറ്റി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബേക്ക് വരിക. ബേക്ക് വന്നതിന് ശേഷം ഗൂഗിൾ ക്രോം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ, വെബ്സൈറ്റുകളൊന്നും തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ കഴിയില്ല, കുക്കീസ് ബ്ലോക്ക്ഡ് എന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം കുക്കീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കണം. ആവശ്യത്തിന് നിങ്ങൾക്ക് അങ്ങനെ സൈറ്റ് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. നേരെ ബാക്ക് വന്നിട്ട് നമുക്കിവിടെ ആഡ്സ് പ്രൈവസി എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. ആഡ് ടോപ്പിക്സ്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓണിലാണെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ബാക്ക് വരിക. ഇവിടെ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്ന ഭാഗമുണ്ട്, അതും ഓണിലാണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക, ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ്സ് മെഷർമെൻറ്റ് എന്ന ഭാഗമുണ്ട്, അവിടെയും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓണിലാണെങ്കിൽ അതും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഓഫിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രീലോഡ് പേജസ് എന്നാണ് ഇവിടെ കാണുന്നത്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോ പ്രീ ലോഡിംഗ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ അതിന് കുറച്ച് തൊട്ട് മുകളിൽ ഇവിടെ സെൻഡ് എ ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഓണിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് പറയാൻ വിട്ടുപോയതാണ്, അത് നിങ്ങൾ ഓണിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾക്ക് സേഫ് ബ്രൗസിംഗ് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിൽ താഴെ ഏതെങ്കിലും ഒരു ഓപ്ഷനിലായിരിക്കും ഉണ്ടാകുക, അതിൽ നിന്ന് മാറ്റി ഏറ്റവും മുകളിലെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഓൾവേസ് യൂസ് സെക്യൂർ എന്ന ഭാഗം ഓഫിൽ വെച്ച് കൊടുക്കുക. ഇവിടെ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയും ഒരുപാട് ഓപ്ഷനുകളുണ്ട്, നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റ് എന്ന ഭാഗത്ത് തേർഡ് പാർട്ടി കുക്കീസ്, അത് നമ്മൾ നേരത്തെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തതാണ്, അതിവിടെ കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പോപ്പപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അത് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻട്രസീവ് ആഡ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതും ഓണിലാണെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്ന ഭാഗമുണ്ട്, അവിടെയും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ വെരിഫൈ എന്ന ഭാഗം ഓണിലാണെങ്കിൽ അവിടെയും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്ന ഭാഗം ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട്
ഇവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഗൂഗിൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ റീസെറ്റ് അഡ്വർടൈസ് ID എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതുവരെ നിങ്ങൾക്ക് ആഡ് പ്രൊവൈഡ് ചെയ്ത എല്ലാ ഐഡികളും ഇവിടെ റീസെറ്റ് ചെയ്ത് കൺഫേം കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഒരു ടൊഗിൾ ഓഫിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഡിലേറ്റ് അഡ്വർടൈസിങ് ID എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിലേറ്റ് അഡ്വർടൈസ് ID കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇടയിൽ പരസ്യങ്ങൾ കയറി വന്ന് ശല്യം ചെയ്യുന്നത് മുഴുവനായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് പരസ്യങ്ങൾ ഇങ്ങനെ ഇടയിൽ കയറി വന്ന് ശല്യം ചെയ്യാറേ ഇല്ല. അതുകൂടാതെ നമ്മൾ യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും വീഡിയോസുകൾ കാണുമ്പോൾ ഒരു പരസ്യം വരുന്നുണ്ടല്ലോ, അതെന്തായാലും വരും. കാരണം അത് നമ്മൾ പ്രീമിയം വേർഷൻ പർച്ചേസ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.